നമസ്കാരം, എല്ലാവർക്കും ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഒരു ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. എങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുക? അപ്പോൾ ഇന്ന് നമുക്കൊരു കിഡിലൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നാൽ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫ്രൂട്ട് സലാഡ് റെഡിയാക്കാൻ വേണ്ടി ആദ്യം കസ്റ്റാർഡ് റെഡിയാക്കണം. അപ്പോൾ അതിന് തീ കത്തിച്ച് തുടങ്ങാം ആദ്യം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ നമ്മൾ കത്തിച്ച ചെറിയ ചെറിയ പീസുകളുണ്ട്, അതൊക്കെ വെച്ച് കത്തിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. പാത്രം വെച്ച് നമുക്ക് പാൽ ആദ്യം തിളപ്പിച്ചെടുക്കാവേ. അപ്പോൾ കസ്റ്റാർഡ് അടിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള സാധനമാണ് പാൽ. അപ്പോൾ നമുക്ക് പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് തുടങ്ങാം. സ്ട്രോബെറി ആദ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കാം. എന്ത് ചന്തമാണ് ഇതിനെ കാണാനല്ലേ. എന്നിട്ട് നമുക്കിത് അങ്ങോട്ട് കഴുകിയെടുക്കാം. ഇപ്പം ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സുകൾ തന്നെ വേണമെന്നില്ല. നമ്മൾ എന്തൊക്കെ ഫ്രൂട്ട്സാണ് യൂസ് ചെയ്യണമെന്ന് അറിയോ? സ്ട്രോബെറി, പച്ച കളർ മുന്തിരി, പൈനാപ്പിള്, ചുമന്ന കളർ ആപ്പിള്, പച്ച കളർ ആപ്പിള്, ഏത്തപ്പഴം, കറുത്ത കളർ മുന്തിരി, കിവി, പിന്നെന്താ മാങ്ങ, പിന്നെ ഇത് നമ്മുടെ മാഷ്മെലൺ. ഇനിയിപ്പോൾ നമ്മൾ ഇവനെ അങ്ങോട്ട് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്ത് ചന്തമല്ലേ. സ്ട്രോബെറി ഇഷ്ടമില്ലാത്തവർക്ക് പുളിയാണ് ഇത്. സ്ട്രോബെറി ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ. ഇതൊക്കെ വേണമെന്നില്ല. നമുക്കിവനെ അങ്ങോട്ട് കട്ട് ചെയ്ത് പീസാക്കി എടുക്കാവേ. ഒരുപാട് ചെറുതാക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സ്ട്രോബെറിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കിച്ചണിൽ കുക്ക് ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ നമുക്കിവിടെ കുക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. ഇന്ന് വെളുപ്പിനെ തുടങ്ങിയതാണ് പരിപാടി, പക്ഷെ വെയിലായി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത സാധനമാണ് കിവി കേട്ടോ. നല്ല പച്ച കളർ സാധനമാണ്. കിവി കാണാത്തവരുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് കിട്ടുമല്ലോടാ. അതെ, നല്ല ഭംഗിയാണ് സാധനം. ഈ ഉള്ളിൽ ഇതിൻ്റെ സീഡ്സൊക്കെ ബ്ലാക്കായിട്ട്. ഞാൻ ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ പുറത്തെ സ്കിന്ന് മാത്രം കളയാം. കിവി നിനക്ക് ഇഷ്ടമാണോ? കിവി എനിക്കിഷ്ടം. ഏതാ ഇഷ്ടം അല്ലാതെന്ന് ചോദിക്കട്ടെ. ഞാൻ ചോദിക്കുന്നില്ല, നിർത്തി. ചേട്ടയ്ക്ക് ഏതാ ഇഷ്ടമല്ലത്? എനിക്കിഷ്ടമില്ലാത്തത് അങ്ങനെ കാര്യമായിട്ടില്ല. അതാണ് ഇഷ്ടം കൂടുതലേ ഉള്ളൂ. സിമ്പിളായിട്ട് ഇതിൻ്റെ പുറത്തെ സ്കിന്ന് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇത് ഓൾമോസ്റ്റ് ഒരു ഫുള്ള് മധുരമല്ല, ഒരു പുളിയാണ്. നമുക്ക് കിവിയും ഇതുപോലെ കുഞ്ഞ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ അതിൻ്റെ കുരുവാണ്. നല്ല ഭംഗിയില്ല കാണാൻ. പച്ച കളറിൽ ബ്ലാക്ക് എല്ലാം കൂടെ വരുമ്പം നമുക്കിതെല്ലാം ഇങ്ങനെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് വേണം. ഒരുപാട് മധുരം വേണ്ട, കാരണം ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് ലാസ്റ്റ് ചെറിയൊരു പൊടിക്കയും കൂടി ഉണ്ട് മധുരത്തിന്. അപ്പോൾ ഇതിനകത്ത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് വേണം കസ്റ്റാർഡ് ഒഴിക്കാൻ. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പാലൊഴിച്ച് കലക്കിയെടുത്താണ് കേട്ടോ. കസ്റ്റാർഡ് പൗഡർ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും, ചോദിച്ചാൽ മതി. ഇത് നമുക്ക് നമ്മുടെ പാലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നമുക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് തിക്കായി വരും. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പാലൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റി വേറെ പാത്രത്തിൽ ഒഴിച്ചു വെക്കണം, അല്ലെങ്കിൽ ഇത് തണുത്ത് പോവും. തണുത്ത് പോകുന്നല്ല, കട്ടയായി പോവും. നമുക്കിതിന് ഇങ്ങോട്ട് ഇറക്കാം അടുപ്പത്തു നിന്ന്. നല്ല ചൂടാണ് തീക്ക്. അപ്പോൾ ഇനി നമ്മുടെ കസ്റ്റാർഡ് നമുക്ക് ഈ ബേസിനിലോട്ട് ഒഴിച്ചു വെക്കാം. നല്ല തിക്കായിട്ടുണ്ട്. ഒരുപാട് തിക്കാവരുത്, കാരണം ഇത് സെറ്റായി പോകും, കട്ടായി പോകും. നമ്മുടെ പാത്രത്തിലെ ഫുള്ള് നമുക്കിതിലേക്ക് വടിച്ചിടാം. അടുത്തായിട്ട് നമുക്ക്
മാങ്ങയുടെ തൊലി അങ്ങോട്ട് ചെത്തിയിട്ട് വേണം ഇതിനെ അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ. എൻ്റെ കിടിലൻ മാമ്പഴമാണിത്. ഇതിങ്ങനെ ഈ തൊലി കളയുമ്പോൾ തന്നെ ഇല്ല, ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, ഇപ്പം തന്നെ അങ്ങ് കടിച്ച് തിന്നാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഇടുന്ന ഫ്രൂട്ട്സ് തന്നെ ഇടണമെന്നൊന്നുമില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ പപ്പായ അങ്ങനെ ഇതൊക്കെ ഇടാവുന്നതാണ്. മാക്സിമം വാട്ടർ മെലൺ അങ്ങനത്തെയുള്ള സാധനങ്ങൾ ഇടാതെ ശ്രദ്ധിക്കുക. വേറൊന്നുമല്ല, നമ്മളിതെല്ലാം ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ വെള്ളം പോലെയാവും, പിന്നെ മൊത്തത്തിലുള്ള കളറും അതിൻ്റേതായിട്ടുള്ള കളറായി മാറും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഇതിന് മാങ്ങാണ്ട് ഇല്ലടാ. ഞാൻ ഇതെന്ത് വാങ്ങാന്ന് ചോദിച്ചവരെ. ഇതിന് മാങ്ങാണ്ട് തീരെ ഇല്ലെന്നേ. അതെ. ഇനി നമ്മൾ മാഷ്മെലിനാണ് കട്ട് ചെയ്യാൻ പോണത്. ഇതിന് വേറെന്താണ് പേര്? ഇത് നമ്മുടെ പേര് മറന്നു പോയില്ലേ. അപ്പോൾ നമ്മുടെ മാഷ്മെലിൻ്റെ തൊലി നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇവനെ അങ്ങോട്ട് നടുവേ കളഞ്ഞ് ഈ കുരുവൊക്കെ അങ്ങോട്ട് കളയണം. ഇനി ഇവനെ നമുക്ക് അങ്ങോട്ട് സൈസാക്കാം, നൈസായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. നമ്മൾ മാക്സിമം കിട്ടാവുന്ന ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഒരിക്കലും മോശമാകാൻ പാടില്ല. ഗ്രീൻ ആപ്പിൾ ഇപ്പോൾ താഴെ പോയെന്നെ. ഗ്രീൻ ആപ്പിൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ട. രസമുണ്ട്. പുളിയാണോ പൊളിയാണോ? പുളിയുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സാണ് ഇതിൽ മെയിൻ. സ്ട്രോബെറി നമ്മുടെ മെയിനാണ്. അതെ. ആപ്പിളിൻ്റെ കുരു എന്താണെങ്കിലും ഒഴിവാക്കണം കേട്ടോ. ആപ്പിളിൻ്റെ കുരുവിൽ സൈനൈഡിൻ്റെ അംശം വരെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തേണ്ടിയിരിക്കുന്നു. അതെ. കുറച്ച് കുരു എടുത്ത് ഇതിനെ കൊണ്ട് കുറച്ച് 20 ഗ്രാം എടുത്തിട്ട് 20 ഗ്രാം ഇതിൻ്റെ കുരു വാങ്ങുന്ന സമയത്ത് നിനക്ക് വല്ല വേറെ വല്ല മാറ്റുണ്ടാവും. എത്ര കിലോ ആപ്പിൾ വാങ്ങണം 20 ഗ്രാം കുരു കിട്ടാൻ? അതെ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മുന്തിരി എല്ലാം ഞെട്ടൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഫ്രൂട്ട് സലാഡ് മിക്സ് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ മുന്തിരി ഇട്ട് കൊടുക്കാം നമ്മുടെ പാത്രത്തിലേക്ക്. കറുത്തതും പച്ചയുണ്ട് കേട്ടോ. നമ്മൾ ഞെട്ടൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് വെച്ചതാണ്. അടുത്തായിട്ട് നമുക്ക് മാഷ്മെലിനും മാംഗോ ഇട്ട് കൊടുക്കാം. അടുത്ത 2 ടൈപ്പ് മാംഗോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് മാഷ്മെലിനും. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് കിവി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് കുറച്ച് ബനാന കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. അവിടെ ഏത്തപ്പഴമാണ് കേട്ടോ, നമ്മുടെ പൂവമ്പഴം ഒന്നും ഇടല്, അതൊക്കെ ഇതിനകത്ത് മിക്സായി പോകും നമ്മൾ ഇളക്കുമ്പോൾ. അപ്പം ഏത്തപ്പഴമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് സ്ട്രോബെറി ഇട്ട് കൊടുക്കാം. സ്ട്രോബെറി ഇങ്ങനെ എടുത്തിടുമ്പോൾ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ലുക്ക് മൊത്തത്തിൽ മാറി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ചു കൊടുത്ത്. അടുത്തായിട്ട് നമുക്ക് ഗ്രീൻ ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഗ്രീൻ ആപ്പിൾ ഇതേപോലെ, ഗ്രീൻ ആപ്പിൾ കറുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഐസ് വാട്ടറിൽ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കുക കേട്ടോ. നല്ല കിഡിലൻ ഗ്രീൻ ആപ്പിൾ. അപ്പോൾ അവസാനത്തെ ഫ്രൂട്ടായിട്ട് നമുക്ക് ആപ്പിൾ, റെഡ് ആപ്പിളും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ ഇട്ടത് പച്ച കളറാണ്, ഇതിപ്പോൾ ചുമന്ന കളർ. ഇനി നമ്മുടെ ഫ്രൂട്ട്സിലോട്ട് നമുക്ക് സെറ്റാക്കി വെച്ച് നമ്മുടെ കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കാം. കസ്റ്റാർഡിൻ്റെ മണമുണ്ടല്ലോടാ,
അതെ. ഇനി നമുക്കിത് മെല്ലെ ഇതിനകത്തെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. കസ്റ്റാർഡ് ഞാൻ കുറച്ച് ലൂസാക്കിയാണ് കേട്ടോ എടുത്തത്, ഒരുപാട് ടൈറ്റ് ആക്കാതിരുന്നതാണ്. അധികം ക്വാണ്ടിറ്റി എടുത്ത് ടൈറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഇതിനകത്ത് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കണം. ഈ കസ്റ്റാർഡിനകത്ത് ഈ ഫ്രൂട്ട്സ് എല്ലാം കടന്ന് ഇങ്ങനെ മിക്സ് ആകുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഫീലൊരു വല്ലാത്ത ഫീലാണ് അല്ലടാ. അതെ. ഓഫ്, ആ സ്മെല്ല് വരുമ്പോൾ ലേശം ഇല്ലടാ. ഐസ്ക്രീം ഇടുന്നതിന് മുമ്പ് ഒന്ന് കഴിച്ച് നോക്കണ്ടേ. ഐസ്ക്രീം ഇടണോ? അതെ. ഐസ്ക്രീം ഇടാണ്ട് തന്നെ പൊളിയാണോ? സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡിനകത്ത് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത്. നല്ല ഐസ്ക്രീമും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് സ്കൂപ്പ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല, നമ്മൾ തവിക്ക് കോരി അങ്ങോട്ട് ഇടുകയാണ്. ഉണ്ടോ നല്ല കട്ടയായിട്ടിരിക്കണ ഐസ്ക്രീം ഓരോ തവി കോരി അങ്ങോട്ട് ഇടുക ഇതിനകത്തോട്ട്. ഐസ്ക്രീം കൂടെ ഒക്കെ ചെല്ലുമ്പോഴത്തേനും പവർ ആവില്ലടാ. പിന്നെ കസ്റ്റാർഡ് തന്നെ പൊള്ളിയാണ് സാധനം. അതെ. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് അങ്ങോട്ട് കോരി എടുക്കാട്ടോ, വിത്ത് ഐസ്ക്രീമാണ്. ഇത്രയും കഴിക്കുമോ? ഒരു ആവേശത്തിന് എടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്ത് ചോദിച്ച പോലെ ഞാൻ കഴിക്കുക എന്താണെങ്കിലും തീർക്കണം അത് സ്പൂണ്. അപ്പോൾ നമ്മുടെ വലിയ പാത്രം നിറച്ച് ഫ്രൂട്ട് സലാഡ് അവിടെ ഉണ്ട്. അത് ഈ വെയിലത്തോട്ട് വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വെക്കാഞ്ഞത് കണ്ടോ. ഐസ്ക്രീമും ഫ്രൂട്ട്സും എല്ലാം കൂടെ കൂട്ടി കാണിച്ചേ. എന്നാ ഇനി ഞാൻ കഴിച്ചു നോക്കാം. ഇത് സാധനം ഞാൻ ഫുള്ള് തിന്നും മുഴുവൻ. അതല്ലേ നീ ശ്രദ്ധിച്ചായിരുന്നോ? അപ്പം ഇനി പറയേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ ഒന്നും കഴിച്ചില്ല. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് തിന്നു. ഞാൻ അവസാനത്തേക്ക് വെച്ചതാ. ഓ സ്ട്രോബെറിയാ. സ്ട്രോബെറിയും അങ്ങനെ അങ്ങോട്ട് കോരി എടുക്കണം. സ്ട്രോബെറീസ് നമ്മുടെ ഫേവറേറ്റാണ്. വേണമെങ്കിൽ പയ്യെ എടുത്ത് കഴിച്ചോട്ടോ. അടിപൊളിയില്ലേ? അപ്പോൾ അത് തീർക്കും എന്തായാലും. ഇതെന്തായാലും തീർക്കും. അതെ, താടിയിലൊക്കെ ആയി. ഐസ്ക്രീം കൊണ്ട് ഫേഷ്യൽ ചെയ്യുന്നു. ഗംഭീര സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. ഇട്ട ഫ്രൂട്ട്സ് എല്ലാം പക്ക. അടിപൊളി. കസ്റ്റാർഡ് തന്നെ കേട്ടോ ഹൈലൈറ്റ്. അതെ അല്ലേ? ഐസ്ക്രീമിൻ്റെ ആവശ്യമില്ല. ഐസ്ക്രീം എന്താ പറയാന്നറിയോ, നമ്മൾ നല്ല സാധനത്തിൻ്റെ കൂടെ പിന്നെയും ഒന്നുകൂടെ അതെ 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 ഇത് ചെയ്തപോലെ ആയി. കണ്ടാൽ തന്നെ അറിയാം സാധനത്തിൻ്റെ ഒരു പവർ. ഐസ്ക്രീം, മുന്തിരി, മാഷ്മെലൺ, ആപ്പിൾ എല്ലാം കൂടെ സ്പൂണിൽ കൊള്ളുന്നില്ല. ഫ്രൂട്ട് സലാഡേ കണ്ടോ ഇത്ര ആക്കിയിട്ടുണ്ട് നമ്മൾ. അടിപൊളിയായിട്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. ഫ്രൂട്ട് സലാഡൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. കസ്റ്റാർഡ് അടിക്കാം. കസ്റ്റാർഡൊക്കെ സിമ്പിളായിട്ട് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. സംശയമുള്ളവർക്ക് ഒന്നും വേണ്ട, കസ്റ്റാർഡ് പൗഡർ എന്ന് പോയി ചോദിച്ചാൽ ഉറപ്പായിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഐസ്ക്രീം നമ്മൾ എക്സ്ട്രാ ഇട്ടുന്നുള്ളൂ. പാലിനകത്ത് ജസ്റ്റ് കുറച്ച് പാലെടുക്കുക, കസ്റ്റാർഡ് ഒന്ന് അതിനകത്ത് കലക്കുക, തിളപ്പിച്ച പാലിലൊന്ന് മിക്സ് ചെയ്യുക. വേറെ ഒന്നുമില്ല കസ്റ്റാർഡ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അതിനകത്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, ഇടുക. നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ടാൽ മതി. അപ്പോൾ എന്നാൽ ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാണ്ട് താഴെ കമൻറ്റായിട്ട് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെയും കൂടെ ഒന്ന് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, പവറാക്കണ്ട നമുക്ക്. അപ്പോൾ എന്നാൽ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ
ബൈ പീസ്. ഇപ്പോഴോ അതൊക്കെ എന്ത് ചോദ്യമാണ് കേട്ടെ, ആരെങ്കിലും കേട്ട എന്ത് വിചാരിക്കും? സ്ട്രോബെറി തരില്ല കേട്ടോ. സ്ട്രോബെറി തരണ ഞാൻ അതിൽ നിന്ന് എടുത്തോണ്ട്. അത് ഇഷ്ടം പോലെ ഉണ്ട്. മുഖം തുടങ്ങി. അതുണ്ട്, നീ കഴിക്കടാ. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ ഓണാക്കി ഞാൻ